വെഞ്ഞാറമൂട് കൂട്ടക്കൊലയിൽ പ്രതി അഫാന്റെ അമ്മയുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തും. അഫാന്റെ പിതാവ് റഹീം ഇന്ന് തിരുവനന്തപുരത്തെത്തും. യാത്രാരേഖകൾ ശരിയായത് പൊതുപ്രവർത്തകന്റെ ഇടപെടലിലൂടെയാണ്. അഫാൻ 14 ദിവസത്തെ റിമാൻഡിൽ. മെഡിക്കൽ ബോർഡ് ചേർന്ന് ഡിസ്ചാർജ് തീരുമാനിക്കുന്നതുവരെ ആശുപത്രി സെല്ലിൽ തുടരും. ചന്തു ചന്ദ്രശേഖറും അർജുൻ രാജമുണ്ട് വിശദാംശങ്ങളുമായി. ആദ്യം അർജുനിലേക്കാണ്. അർജുൻ, എപ്പോഴേക്കാണ് ഈ അഫാന്റെ പിതാവ് നാട്ടിലെത്തുക? അതിര ദമാമിൽ നിന്ന് ഇന്നലെ 12 കൂടിയാണ് വിമാനം പുറപ്പെട്ടത്. 7:35 തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അഫാന്റെ പിതാവ് അബ്ദുൾ റഹീം എത്തും. അവിടുത്തെ ചില സാമൂഹ്യ പ്രവർത്തകരുടെയൊക്കെ ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് നാട്ടിലേക്ക് വരാൻ അബ്ദുൾ റഹീമിന് സാധ്യമായത്. വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് സൗദിയിൽ നിന്ന് നാട്ടിലേക്ക് തിരിച്ചു വരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. ആ ഘട്ടത്തിൽ സാമൂഹ്യ പ്രവർത്തകർ ഇടപെട്ടുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ യാത്രാരേഖകൾ ശരിയാക്കി നാട്ടിലേക്ക് തിരിച്ച് വരാനുള്ളൊരു സാധ്യത തിരിഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി അദ്ദേഹം ഇന്നലെ അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. രാവിലെ 7:35 തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അദ്ദേഹം എത്തും. വലിയ പ്രതിസന്ധി സാമ്പത്തികമായി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതടക്കമുള്ള കാര്യങ്ങളിലാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്കൊക്കെ പോയതെന്ന തരത്തിലാണ് പ്രതി അഫാൻ മൊഴി നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ വരവ് പോലീസിനെ സംബന്ധിച്ചിടത്തോളവും ഏറെ നിർണായകമാണ്. കേസിന് ഒരുപാട് സഹായം നൽകാവുന്ന തരത്തിലായിരിക്കും അദ്ദേഹം മൊഴി നൽകുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കും. ഏറ്റവും പ്രധാനപ്പെട്ടതും ഇക്കാര്യത്തിൽ ഈ അഫാന്റെ ഉമ്മ അവരുടെ ആരോഗ്യസ്ഥിതി പൂർണ്ണമായും ഭേദമായിട്ടില്ല. ഇന്നൊരു പക്ഷേ മൊഴി രേഖപ്പെടുത്താൻ സാധ്യതയുണ്ട്. എങ്കിൽ കൂടിയും പിതാവിൻ്റെ കൂടി മൊഴി രേഖപ്പെടുത്തിക്കൊണ്ട് ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുകയായിരിക്കും പോലീസിന്റെ നീക്കം. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ അദ്ദേഹത്തെ മൊഴി രേഖപ്പെടുത്താനുള്ള ഒരു സാധ്യത ഉണ്ട്. അഫാൻ നൽകിയിട്ടുള്ള പ്രധാനപ്പെട്ട മൊഴിയും സാമ്പത്തിക ബാധ്യത പിതാവിന് ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ അത് വീട്ടാൻ പലവട്ടം ശ്രമിച്ചെങ്കിലും കഴിഞ്ഞിരുന്നില്ല. ബന്ധുക്കളടക്കം ഈ കടം തിരിച്ചു ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്ന അവസ്ഥയുണ്ടായി. അത്തരത്തിലുള്ളൊരു പ്രതിസന്ധിയെ തുടർന്നാണ് ഇത്തരത്തിൽ ഒരു കൂട്ടക്കൊലയിലേക്ക് പോയതെന്ന തരത്തിലാണ് ഈ പ്രതി അഫാന്റെ മൊഴിയുള്ളത്. അതെത്ര ശരിയാണെന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരിക്കും പോലീസ് പരിശോധിക്കുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഈ അബ്ദുൾ റഹീമിന്റെ വരവാണ്. കഴിഞ്ഞ കുറച്ചു കാലമായി അദ്ദേഹം അവിടെ ഒരു കടയിൽ താൽക്കാലികമായി ജോലി ചെയ്യുകയായിരുന്നു. അതിനു മുൻപ് അദ്ദേഹത്തിന് റിയാദിൽ സ്വന്തമായ ഒരു കടയൊക്കെ ഉണ്ടായിരുന്നതാണ്. പക്ഷേ പിന്നീട് വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവുകയും ആ കട മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയും ഉണ്ടായി. പിന്നീടാണ് ഈ നിയമപ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയും തിരിച്ച് നാട്ടിലേക്ക് വരാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായത്. അങ്ങനെ കുറെ കാലം കഴിയുന്നതിനിടയ്ക്കാണ് ഈ തരത്തിൽ മകൻ ഇത്തരത്തിലൊരു കൂട്ടക്കുരുതി സ്വന്തം ബന്ധുക്കളോട് കാണിക്കുന്നത്. വലിയ ആ ഘട്ടത്തിലൊക്കെ മാധ്യമങ്ങളോടൊക്കെ സംസാരിച്ചിരുന്നു അബ്ദുൾ റഹീം. ആ ഘട്ടത്തിലൊക്കെ വലിയ മാനസികാഘാതം ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത് മകനോട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു. ആ സമയത്തൊന്നും മകനെ ഫോണിൽ ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ആ പിതാവ് പറഞ്ഞിരുന്നു. എന്തായാലും ഇക്കാര്യത്തിൽ പോലീസ് അദ്ദേഹത്തിൽ നിന്ന് വൈകാതെ മൊഴിയെടുക്കും. അത് ഈ സാമ്പത്തിക ബാധ്യതയുടെ ആഴം എത്രയാണെന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ പോലീസ് പരിശോധിക്കും. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചു എത്തുന്നത് ഏറെ നിർണായകമാണ്. ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിശദാംശങ്ങളും ഒക്കെ അദ്ദേഹത്തിൽ നിന്ന് അറിയാനുള്ള ഒരു സാധ്യത കൂടിയാണ് പോലീസിന് മുന്നിൽ ഇപ്പോൾ തെളിയുന്നത്. അതിന് ചന്തുവിലേക്ക് കൂടി പോവുകയാണ്. ചന്തു, ഈ പറയുന്നത് പോലെ അഫാന്റെ ആരോഗ്യനിലയൊക്കെ മെച്ചപ്പെട്ട സ്ഥിതിക്ക് ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമോ? എങ്ങനെയായിരിക്കും ഇനി പോലീസിന്റെ തുടർ നടപടികൾ? തീർച്ചയായിട്ടും ആതിര, അഫാന്റെ ആരോഗ്യനില പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക്, കൂടുതൽ വിശദമായ ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്കൊക്കെ കടക്കേണ്ടതുണ്ട് പോലീസിന്. പോലീസ് കഴിഞ്ഞ ദിവസം ഈ സൽമാ ബീവിയെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് അഫാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും അവിടെ വിശദമായ മൊഴി രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന നടപടികളിലേക്ക് കടക്കും. അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് മാറ്റുകയോ വീണ്ടും പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടതിന് ശേഷം കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്യുകയോ ഒക്കെ ചെയ്യും. ആരോഗ്യനിലയിൽ
നടപടികളിൽ എന്തായാലും നല്ല പുരോഗതിയുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ അമ്മയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തും. ഞാനിപ്പോൾ നിൽക്കുന്നത് വെഞ്ഞാറമൂട് ഗോകുലം മെഡിക്കൽ കോളേജിലാണ്. ഇവിടെയാണ് അമ്മ ചികിത്സയിൽ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം വെഞ്ഞാറമൂട് CI അനൂപിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ എത്തി അമ്മയുടെ മൊഴി രേഖപ്പെടുത്തുന്നതിന് ശ്രമിച്ചിരുന്നു. പക്ഷേ ചില ബുദ്ധിമുട്ടുകളുണ്ട്. അവർക്ക് സംസാരിക്കുന്നതിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. താടിയിലൊക്കെ പൊട്ടിയ സ്ഥിതിയിലാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായി ഈ കാര്യങ്ങൾ പറയുന്നതിന് അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ആരോഗ്യനില പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. മുഖത്തും തലയിലുമൊക്കെ ഈ അടിയേറ്റതിനെ തുടർന്നുണ്ടായ നീര് കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ സംസാരിക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. എന്തായാലും ഡോക്ടർമാരുടെ വിദഗ്ധ സംഘവുമായി ആലോചിച്ചതിന് ശേഷം ഇന്ന് ഈ വെഞ്ഞാറമൂട് CIയുടെ നേതൃത്വത്തിലുള്ള സംഘം എത്തി മൊഴി രേഖപ്പെടുത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ 10 മണിക്ക് ശേഷമായിരിക്കും ഈ വെഞ്ഞാറമൂട് ആശുപത്രിയിലെത്തി അത്തരത്തിൽ മൊഴി രേഖപ്പെടുത്തൽ നടപടികളിലേക്കൊക്കെ കടക്കുക. അമ്മയുടെ മൊഴി ഈ കേസുമായി ബന്ധപ്പെട്ട് നിർണായകമാണ്. കാരണം ഈ ബാക്കി അടുത്ത ബന്ധുക്കളെയൊക്കെ കൊല ചെയ്തു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അതിൽ നിന്നും രക്ഷപ്പെട്ട് ഇപ്പോൾ ചികിത്സയിൽ തുടരുന്ന അമ്മ ഈ കാര്യത്തെക്കുറിച്ച് എന്ത് പറയും, എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് കൃത്യമായി പറഞ്ഞാൽ അത് കേസിൽ തന്നെ നിർണായകമായ ഒരു കാര്യമാകും. പക്ഷേ കഴിഞ്ഞ ദിവസമൊക്കെ ഈ കുഞ്ഞനുജൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും അമ്മയെ അറിയിച്ചിരുന്നില്ല. ഈ ബോധം വരുന്ന സമയത്തൊക്കെ അമ്മ ഈ അനുജനെയും മറ്റുമൊക്കെ തിരക്കുന്ന കാര്യമുണ്ട്. എന്തായാലും ഇപ്പോൾ അടുത്ത ബന്ധുക്കളൊക്കെ കഴിഞ്ഞ ദിവസം ഈ അമ്മയെ ആശുപത്രിയിലെത്തി കണ്ടിരുന്നു. ഈ ചികിത്സയുമായി ബന്ധപ്പെട്ടും മറ്റു കാര്യങ്ങളൊക്കെ അവർ പുരോഗതി ഈ മരുന്നുകളോടൊക്കെ നല്ല രീതിയിൽ തന്നെ പ്രതികരിക്കുന്നുണ്ട്. കാര്യങ്ങൾ ഓർത്തെടുത്ത് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ പോലീസ് സംഘം എത്തുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ അമ്മയ്ക്ക് കൂടി പറയാൻ കഴിയും. അത് കേസിൽ തന്നെ നിർണായകമാകും. ഇപ്പോൾ അബ്ദുൾ റഹീം തിരുവനന്തപുരത്ത് എത്തിയതിനു ശേഷം ഒരുപക്ഷെ ഈ ഗോകുലം മെഡിക്കൽ കോളേജിലേക്ക് എത്തി ഈ ഫെമിയെ നേരിട്ട് കാണാനുള്ള സാധ്യതയൊക്കെയുണ്ട്. ബന്ധുക്കളും കൂടുതലായി തന്നെ ഇവിടേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. എന്തായാലും വെഞ്ഞാറമൂട് CIയുടെ നേതൃത്വത്തിലുള്ള സംഘവും ഈ ഗോകുലം മെഡിക്കൽ കോളേജിലെത്തി ഇന്ന് അമ്മയുടെ മൊഴി രേഖപ്പെടുത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആതിര, എന്നതോടൊപ്പം തന്നെ ഈ അഫാന്റെ ഫോൺ രേഖകൾ അടക്കം പരിശോധിക്കുന്ന നടപടിയിലേക്ക് പോലീസ് കടന്നിരുന്നല്ലോ, അതിന്റെയൊക്കെ പുരോഗതി എങ്ങനെയാണ്? ശാസ്ത്രീയമായ പരിശോധന അത് നടക്കുന്നതേ ഉള്ളൂ. അഫാൻ്റെ ഫോൺ രേഖ സംബന്ധിച്ചുള്ള പരിശോധന പോലീസ് തുടരുന്നുണ്ട്. കാരണം ഈ അഫാൻ അവസാനമായി മെസ്സേജ് അയച്ചിട്ടുള്ളത് ഈ പെൺ സുഹൃത്തിനാണ് അവസാനമായി മെസ്സേജ് അയച്ചിട്ടുള്ളത്. അതിനുശേഷം ഈ അമ്മയെ ഷോൾ കുരുക്കി അവിടെ കൊലപ്പെടുത്താനുള്ള ശ്രമം നടത്തിയതിന് ശേഷം ഈ ഓട്ടോയെ വിളിച്ചതൊക്കെ അമ്മയുടെ ഫോണിൽ നിന്നാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പോലീസ് പരിശോധന തുടരുന്നുണ്ട്. ഈ ഫോൺ തെറ്റായ പാസ്വേഡ് ഒക്കെ അടിച്ചാൽ അതിലെ ഡേറ്റാസ് ഒക്കെ ഡിലീറ്റ് ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പാസ്വേഡ് തെറ്റാതെ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ട്. ഫോറൻസിക് സംഘമൊക്കെ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധന നടത്തിയിരുന്നു. ഈ ഫോൺ രേഖകൾ പരിശോധിക്കുന്ന നടപടികൾ അർജുനിലേക്ക് കൂടി പോവുകയാണ്. അർജുൻ, പിതാവ് എത്തിക്കഴിഞ്ഞാൽ ഈ പറയുന്നത് പോലെ ഈ അഫാൻ തുടക്കം മുതൽ പറയുന്ന സാമ്പത്തിക ബാധ്യതയാണ് ഇത്തരത്തിലുള്ള ക്രൂരകൃത്യം ചെയ്തതിന് എന്നൊക്കെയാണ്. ഇപ്പോൾ അതടക്കമുള്ള കാര്യങ്ങൾ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. അപ്പോൾ ഈ പോലീസിന്റെ ചോദ്യം ചെയ്യലൊക്കെ ഉണ്ടാകുമോ? പോലീസ് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചറിയുന്ന നടപടികളിലേക്കൊക്കെ കടക്കുമോ പിതാവ് എത്തിയാൽ? അത് തീർച്ചയായും ഉണ്ടാകും. വരും ദിവസങ്ങളിൽ എന്തായാലും പോലീസ് അത്തരത്തിലുള്ള നീക്കങ്ങൾ തുടങ്ങും. ഇപ്പോൾ ഈ പിതാവിനെ സ്വീകരിക്കാൻ അദ്ദേഹത്തിൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ ഇവിടെ ഉണ്ട്. നമ്മളിപ്പോൾ എങ്ങനെയാണ് നാട്ടിലേക്ക് വരാനുള്ള കാര്യങ്ങളൊക്കെ സാധ്യമായത്? നാട്ടിലേക്ക് വരാനായിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ മരണത്തിന് CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ് മരണവീട്ടിൽ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ് DK മുരളി MLAയും KA റഹീം MPയും സജീവമായിട്ട് ഇതിനകത്ത് ഇടപെടുകയും അതിനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങുകയും ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു പ്രവാസിയായ നാസർ വക്കം അദ്ദേഹം അവിടെ ഇതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നടത്തി. എന്തായാലും ഇന്നലെ രാത്രി 10 മണിക്ക് ശേഷമാണ് അറിയാൻ കഴിഞ്ഞത് അദ്ദേഹം നാട്ടിലേക്ക് വരുന്നുണ്ട്. രേഖകളൊക്കെ ശരിയാക്കി തുക അടച്ചത് ഈ പ്രവാസിയാണ്. അത് ഇദ്ദേഹത്തിൻ്റെ DK മുരളി MLAയുടെ ഇടപെടൽ കൊണ്ട് തന്നെയാണ്, റഹീം MPയുടെ ഇടപെടൽ തന്നെയാണ് അതിനകത്ത് ചെയ്യാൻ കഴിഞ്ഞത്. ഒരുപാട് പ്രവാസി സുഹൃത്തുക്കൾ അതിനകത്ത് ഇടപെട്ടു. എല്ലാവരും കൂടി തന്നെയാണ് നമ്മളെ നാട്ടിലെ പാങ്ങോടുള്ള പ്രവാസികൾ അങ്ങനെ എല്ലാവരും കൂടെ സഹകരിച്ചിട്ട് തന്നെയാണ് അതിൻ്റെ ഏർപ്പാടുകൾ ചെയ്തത്. നിങ്ങൾ ഈ പിതാവിനോട് സംസാരിച്ചിരുന്നു? പിതാവുമായിട്ട് മരണത്തിന് ശേഷം സംസാരിച്ചിരുന്നു, വിഷയത്തിന് ശേഷം സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിന് വളരെ വേദനയുണ്ട്, വിഷമമുണ്ട്, ഇതൊക്കെ തന്നെയാണ് പറഞ്ഞത്. പിന്നെ നമുക്ക് സംസാരിക്കാൻ പറ്റുന്നൊരു മാനസികാവസ്ഥ അല്ല അത്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കൊച്ചുനാളിലെ കണ്ടു വളർന്ന സുഹൃത്തുക്കളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതുവരെയും നമ്മൾ ഒന്നും ഒരു മറുപടി പറയാൻ ചോദ്യങ്ങൾക്ക് ഒന്ന് ഒഴിഞ്ഞു മാറുന്നത്.
ഇവർക്ക് ഈ അത്രയും വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി ഇപ്പോൾ പറയുന്ന അത്രയും ഉണ്ടോ? പരിഹരിക്കാൻ പറ്റാവുന്ന അതിനേക്കാൾ കൂടുതലായിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത്? ഇല്ലില്ല, അതിന് പരിഹരിക്കാൻ പറ്റുന്ന സാമ്പത്തിക സ്ഥിതി പ്രശ്നങ്ങളെ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. കാര്യം അത് എങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും സഹായിക്കാൻ ബാക്കിയുള്ളവരൊക്കെ ഉണ്ട്. ഇതൊന്ന് ഈ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളൊക്കെ ഓർക്കേണ്ടത് കുടുംബത്തിൽ ഏതെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മൾ സ്വയം ആഴത്തിങ്ങനെ തുറന്നു പറയാനെങ്കിലും ഒക്കെ തയ്യാറായാൽ ഒരു പക്ഷേ ഒരു പരിധിവരെ അത് പരിഹരിക്കാൻ കഴിയും. ഇപ്പോൾ ഇന്നലെ MLA അവിടെ മീറ്റിംഗ് കൂടി. MLAയുടെ നേതൃത്വത്തിൽ DK മുരളി MLAയുടെയും A റഹീം MPയുടെയും നേതൃത്വത്തിൽ താഴെപ്പാങ്ങോട് മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയൊക്കെ കൂടിയിട്ട് ഒരു മീറ്റിംഗ് കൂടി. ആ ചികിത്സാ കാര്യങ്ങളും എല്ലാം ജമാഅത്തും ബന്ധുക്കളും അതിനപ്പുറം പോയി കഴിഞ്ഞാൽ അത് പാർട്ടിയും കൂടെ ഏറ്റെടുക്കാമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പ്രവാസി സുഹൃത്തുക്കളും എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ പരിഹരിക്കാമെന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. അതിര 7:35 ഈ വിമാനം ഇങ്ങോട്ടേക്ക് എത്തും. അവരെ കൂട്ടിക്കൊണ്ടു പോകാൻ കുറച്ച് സുഹൃത്തുക്കളും അയൽവാസികളുമായിട്ടുള്ള ആളുകളൊക്കെ എത്തിയിട്ടുണ്ട്. മറ്റ് സഹായങ്ങളൊക്കെ ഈ അയൽവാസികളും അവിടുത്തെ പള്ളി കമ്മിറ്റിയും ഒക്കെ ചേർന്ന് നടത്താനുള്ളൊരു തീരുമാനം കൂടി ഉണ്ടായിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അയൽവാസികളൊക്കെ വ്യക്തമാക്കിയിട്ടുള്ളത്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ആതിര പറഞ്ഞതുപോലെ തന്നെ ഇക്കാര്യത്തിൽ ചില നിർണായകമായിട്ടുള്ള വിവരങ്ങളൊക്കെ ഈ പിതാവിൽ നിന്ന് ചോദിച്ചറിയാൻ ഉണ്ട്. അത് കേസിനും വളരെ ഗുണകരമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വരവ് ഒരു പോലീസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായി തന്നെയാണ് കാണുന്നത്. അതിന് ശരി, അർജുൻ രാജാണ് വിശദാംശങ്ങൾ നൽകിയത്.